ജ്ഞാനപ്പാന ശ്ലോകം 6. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. ചുറ്റിത്തിരിയുന്ന സംസാര സാഗരത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് പരമാർത്ഥ ജ്ഞാനം നൽകുന്നതിനായി മുമ്പുണ്ടായിട്ടുള്ള മഹാത്മാക്കൾ ലഘുവായ ഒരു മുക്തിമാർഗം ഉപദേശിച്ചിട്ടുണ്ട്. അത് എന്തെന്ന് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുവിൻ. ശാസ്ത്രങ്ങളുടെ ബാഹുല്യവും വൈവിധ്യവും നിമിത്തം സംസാര ചക്രത്തിൽപ്പെട്ട് ചുറ്റിത്തിരിയുന്നവന് ഏതാണ് എളുപ്പമായ മുക്തിമാർഗമെന്ന് സ്വയം കണ്ട് അറിയുവാൻ വളരെ വിഷമമുണ്ടാകും. അവർക്കു വേണ്ടി എളുപ്പത്തിൽ മുക്തി ലഭിക്കാവുന്ന ഒരു മാർഗമാണ് പൂന്താനം നിർദ്ദേശിക്കാൻ പോകുന്നത്. ഇതേ ആശയം തന്നെ ശ്രീമന്നാരായണീയത്തിൽ 2-ാം ദശകത്തിലെ 8-9 ശ്ലോകങ്ങളിൽ ശ്രീനാരായണ ഭട്ടതിരിയും പ്രകടമാക്കിയിട്ടുണ്ട്. കർമ്മയോഗം സ്വീകരിച്ചാലുള്ള ദുർഘടവും ഉപനിഷത്തുക്കളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെ അവ്യക്തതയും സാധാരണക്കാരന് മാർഗതടസ്സങ്ങളെ ഏകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മുക്തിയിലേക്കുള്ള എളുപ്പമാർഗം പറയാമെന്ന് പറഞ്ഞുവെച്ച പൂന്താനം ഇനിയുള്ള വരികളിൽ പ്രാകൃതം വിട്ട് സ്വൽപ്പം മറ്റൊരു കാര്യം പറയുകയാണ്. ആ അടിസ്ഥാന കാര്യം പറഞ്ഞാൽ മാത്രമേ മുക്തിമാർഗം പറയുന്നത് അർത്ഥവത്താകുകയുള്ളൂ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ജ്ഞാനപ്പാന ശ്ലോകം 6. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ